ആരംഭിക്കുകയാണ്. അതിനു മുന്നായി നായ്ക്കുട്ടികളെ യാതൊരു കാരണവശാലും ആരും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ നായ്ക്കുട്ടികളും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്ന നായ്ക്കുട്ടികളാണ്. എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ചിരിക്കാൻ വേണ്ടിയ ഒരു കോമഡി ഷോ ആണ്. എല്ലാവരും അത് കോമഡിയായി തന്നെ ഉൾക്കൊള്ളുക. എല്ലാവരും പരമാവധി ഗിൽസിന്റെ അടുത്തോടെ തന്നെ ചേർന്ന് നിൽക്കുക. ഗിൽസ് തൊടാണ്ട് നിൽക്കുക. നായ്ക്കുട്ടികളൊന്നും പേടിക്കണ്ട. നിങ്ങളാരും തൊടുകയില്ല, നിങ്ങളടുത്ത് വരികയില്ല. നിങ്ങൾ പിന്നോട്ടുന്നാലേ പ്രശ്നമില്ല, മുന്നോട്ടുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ചെറിയ കുട്ടികളൊക്കെ മുന്നോട്ടാക്കുക. ഇപ്പോൾ നമ്മുടെ വേദിയിൽ ആദ്യമായി ഇരിക്കുന്നത് നമ്പർ 1 സോണിയ, നമ്പർ 2 സാനിയ, നമ്പർ 3 ശാന്തി, നമ്പർ 4 ഷാലു, നമ്പർ 5 ബ്ലാക്കി. ഈ വേദിയിൽ വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അർപ്പിക്കാൻ പോകുന്നു. നമുക്ക് കാണാം. സോണിയ, ഈ വേദിയിൽ വന്ന എല്ലാവർക്കും വെൽക്കം. സാനിയ, സതികമാൻ വെൽക്കം. കുട്ടികളെല്ലാവരും കൈയടിച്ച് മനസ്സിലാക്കണം. ഈ വേദിയിൽ വന്ന എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും വെൽക്കം. നെക്സ്റ്റ് ഐറ്റം ഡ്രം റോളിംഗ് സോണിയ. തോളത്തൊരു വർണ്ണക്കുടയും കയ്യിലൊരു ലേഡീസ് ഹാൻഡ്ബാഗുമായി ഫിലിം സ്റ്റാർ നയൻതാര സ്റ്റൈൽ, ഹീറോയിൻ സ്റ്റൈൽ സോണിയ. ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ബ്ലാക്ക് ഉത്തരം നൽകുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ബ്ലാക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇവിടെ ലാസ്റ്റ് വരെ നോക്കണം. എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. ആണെങ്കിൽ പ്രായത്തിൽ ചെറിയ കുട്ടികൾ
ആരുടെ കയ്യിലാണെന്ന് കാണിച്ചു കൊടുക്കണം. അതിന്റെ ഭയം കാണാം. പ്രായത്തിൽ ചെറിയ കുട്ടികളെ കാണിച്ചു കൊടുക്കണം ആരുടെ കയ്യിലാണ്. പ്രായത്തിൽ ചെറിയ കുട്ടിയാണെങ്കിൽ എല്ലാവരും കയ്യിലേക്ക് പാസ്സാക്കണം. അടുത്ത കുട്ടിയെ കാണിച്ചു കൊടുക്കും. നെക്സ്റ്റ് വൺ ഒരു കുട്ടി കൂടി ഉണ്ട്. ആരുടെ കയ്യിലാണ് ആ പ്രായത്തിൽ ചെറിയ കുട്ടി? ഇവിടെ ഇതൊക്കെ പ്രായത്തിൽ ചെറിയ കുട്ടികളാണ്. എന്നാൽ എല്ലാ കുട്ടികളും സുന്ദരിമാരാണ്. ബ്ലാക്കിന് ഇഷ്ടപ്പെട്ട ഒരു സുന്ദരി കുട്ടിയെ കാണിച്ചു കൊടുക്കും. ആരാണ് നമ്മുടെ ഇന്ത്യയിലെ ബ്യൂട്ടിഫുൾ മെമ്പറുകൾ? ഇഷ്ടപ്പെട്ട ഒരു സുന്ദരി കുട്ടിയാണ്. എന്നാൽ സുന്ദരൻ നമ്മൾ കേട്ടുന്നുണ്ടെങ്കിൽ സുന്ദരനെ കാണിച്ചു കൊടുക്കും. സുന്ദരൻ ആരാണ്? എന്നാൽ സ്കൂളിൽ പഠിപ്പിച്ചാൽ നല്ലവണ്ണം പഠിക്കും. എല്ലാ കുട്ടികളും പഠിക്കുന്ന കുട്ടികളാണ്. സ്കൂളിൽ പഠിപ്പിച്ചാൽ നല്ലവണ്ണം പഠിക്കും. അതുപോലെ പഠിപ്പിച്ചാൽ നല്ലവണ്ണം പഠിക്കരുത്. എന്നാൽ നല്ലൊരു ഭക്ഷണപ്രിയനെ കാണിച്ചു കൊടുക്കണം. എല്ലാവരും തന്നെയാണ്. എല്ലാം കോമഡിയാണ്. അതുകൊണ്ട് ഈ ഭക്ഷണപ്രിയനാണ്. ഭക്ഷണം കഴിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഭർത്താവിനെ ജീവിതത്തിന്റെ സ്നേഹിക്കുന്ന നല്ല ഭാര്യ, എല്ലാവരും സ്നേഹിക്കുന്ന ഭാര്യമാരാണ്. ഒരു ഭാര്യ കാണിച്ചെടുക്കും. പത്നിക്കോ ജീവൻ से सौदा प्यार करने वाला पत्नी कौन है? ജീവിതത്തിന്റെ സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യയാണ്. എന്നാൽ സ്വയം കൊടുക്കാത്ത നല്ല സ്നേഹമുള്ള ഭാര്യ. ഇതൊക്കെ കോമഡിയാണ്, ചിരിക്കാൻ വേണ്ടി മാത്രം. ആരോടൊക്കെ സ്വയം കൊടുക്കാത്ത നല്ലൊരു സ്നേഹമുള്ള ഭാര്യ? എന്നാൽ ആ വീട്ടിൽ ജോലി അടുക്കള പണി കാണിക്കുന്ന പെൺകുട്ടിയാണ്. ഈ വീട്ടു ജോലി എന്ന് പറഞ്ഞാൽ ചെയ്യൂല. അടുക്കള കയറി ഒരു ജോലിയും ചെയ്യണ്ട. ആ ചോറ് പണി ഞാൻ റെഡി. അടുത്തതായി ബ്ലാക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സ്മെൽ പവർ ഐറ്റംസ് ആണ്. നോക്കണം. നമ്മളൊക്കെ ഇവിടെ വരും. ഹലോ, വിലപ്പെട്ട മൊബൈലാണ്. ബ്ലാക്കി ഈ മൊബൈൽ പിടിച്ചില്ലെങ്കിൽ ഈ മൊബൈൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം, വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആണെങ്കിൽ ഒന്നും കൂടി കിടക്കട്ടെ. പക്ഷെ നിങ്ങൾ ഈ ടവൽ തൊട്ട് കളഞ്ഞു മൊബൈൽ എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ കൈ അടിയാളമാണ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതിവിടെ ബ്ലാക്കിൽ കൊടുക്കാൻ പോകുന്നു. നോക്കാം. ബ്ലാക്ക് ഈ ടവൽ തൊട്ടാളെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് മൊബൈൽ തിരിച്ചു വാങ്ങാം. ആളുവിടെ ഉണ്ട്. ഈ മോളാണെന്നൊരു സംശയം. അങ്ങനെ കാണാതായ മൊബൈൽ ബ്ലാക്കിൽ കണ്ടുപിടിക്കാൻ പോകുന്നു. നോക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? മൊബൈലിന്റെ യഥാർത്ഥ അവസ്ഥ ആരായിരുന്നു? ബ്ലാക്ക്
ഫസ്റ്റ് ആരെയാണ് കാണിക്കുക? ഈ വിലപ്പെട്ട മാത്രം അയാൾക്ക് കൊടുക്കുക. ആരാണ് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ എല്ലാവരും കാണട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രദർശനം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സന്തോഷപൂർവ്വം കൈയടിച്ച് പിരിയുക.